ലൈഫ് ഫുള്ളായി കാണിച്ചു തരും നമുക്ക്. പൃഥ്വിരാജ് അടിപൊളി, ഒന്നും പറയാനല്ലോ. എന്തായാലും വെൽഫുള്ളാണ്. നമ്മൾ ഈ ടിക്കറ്റ് എടുത്ത് സ്ഥലം കാണുന്നതുകൊണ്ട് വെർത്താണ്. കാരണം അതിനേക്കാളും മേലെയാണ് മൂവി. പൊളി. ഓസ്കാർ എന്തായാലും എക്സ്പെക്ട് ചെയ്യണം പൃഥ്വിരാജിന്. മിക്കവാറും ഈ വർഷത്തെ ഒരു നാഷണൽ അവാർഡൊക്കെ കിട്ടാൻ സാധ്യതയുള്ള ഒരു മൂവിയാണ്. ഇതുവരെ കണ്ടതിൽ ഏറ്റവും നല്ലൊരു സൂപ്പർ ബോഡിയൊക്കെ അപ്പൻ്റെ അത് ഭയങ്കര സംഭവമായി പോയത്. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ. നമസ്കാരം, എല്ലാവർക്കും സേഫ് ഗാർഡ് എൻ്റർടൈൻമെൻറ്റിലെ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ആലുവയിലുള്ള സീനറ്റ് തിയേറ്ററിലാണ്. അപ്പോൾ നമ്മുടെ നജീബിൻ്റെ ആടുജീവിതം, അതായത് നമ്മുടെ ബ്ലസ്സിയുടെ സംവിധാന മികവിൽ വളരെ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ മലയാളി പ്രേക്ഷകരെല്ലാം കാത്തിരുന്ന ആടുജീവിതം അങ്ങനെ ഇന്ന് റിലീസായേക്കും. അപ്പോൾ ആടുജീവിതം കാണാൻ ഞാൻ ഇവിടെ നമ്മുടെ സീനറ്റ് തിയേറ്ററിൽ എത്തിയേക്കാണ്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഈ സിനിമ കണ്ടിട്ട് എങ്ങനെയാണ്, ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണെന്നൊക്കെ നമുക്കൊന്ന് അറിഞ്ഞാലോ. കമോ. പടം ഫീഡ്ബാക്ക് നല്ല പടം. ഓക്കെ, ഇത്രയും പൈസ മുടക്കിയിട്ട് എടുത്തേക്കണ പടമല്ലേ, അപ്പൊ അതിൻ്റെതായ ഉണ്ടാവോ? ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നു. പൃഥ്വിരാജിന്റെ ഒരു നല്ല അഭിനയം കാണാൻ പറ്റുമായിരിക്കും. പടം എങ്ങനെ ഉണ്ടായി? നല്ലതാണോ? ഓക്കെ ചേട്ടാ, പടം എങ്ങനെയുണ്ടായി? ഒരു ഫീഡ്ബാക്ക് പറയാമോ? നല്ല പടമാണ്. അടിപൊളി മൂവി. കരഞ്ഞ് കണ്ണുനീരൊക്കെ ലൈഫ് ഫുള്ളായി കാണിച്ചു തരും നമുക്ക്. പൃഥ്വിരാജ് അടിപൊളി, ഒന്നും പറയാനല്ലോ. എന്തായാലും വെൽഫുള്ളാണ്. നമ്മൾ ഈ ടിക്കറ്റ് എടുത്ത് സ്ഥലം കാണുന്നതുകൊണ്ട് വെർത്താണ്. കാരണം അതിനേക്കാളും മേലെയാണ് മൂവി. പൊളി. പ്രതീക്ഷയിലും അടിപൊളി. ഓക്കെ, താങ്ക് യു. പടം എങ്ങനെയുണ്ടായി? ആടുജീവിതം എങ്ങനെയാണ്? ഓൾറെഡി ഇത്ര ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്ത പടമായിട്ട് ഫീൽ ചെയ്തോ? വെൽഫുള്ളാണ്. ഓക്കെ, എക്സ്ക്യൂസ് മീ, പടം എങ്ങനെയുണ്ടാവും? നല്ലതാണല്ലേ. ചേട്ടാ എങ്ങനെയുണ്ടായി പടം? ഒന്നും പറയാനില്ല, വേറെ ലെവൽ പടമാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോറൊന്നും ഒരു രക്ഷയില്ല. പിന്നെ ബ്ലെസ്സിയുടെ പടം ആയതുകൊണ്ട് തന്നെ നല്ലൊരു മൂവി നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ പൃഥ്വിരാജിൻ്റെ ആക്ടിങ് ആണെങ്കിലും മിക്കവാറും ഈ വർഷത്തെ ഒരു നാഷണൽ അവാർഡൊക്കെ കിട്ടാൻ സാധ്യതയുള്ളൊരു മൂവിയാണ്. ഇതുവരെ കണ്ടതിൽ ഏറ്റവും നല്ലൊരു സൂപ്പർ മസ്റ്റ് വാച്ചിങ് ആയിട്ട് തോന്നുന്നുണ്ട്. മസ്റ്റ് വാച്ച് മൂവിയാണ്. എനിക്ക് പേഴ്സണലായിട്ട് വളരെയധികം ഇഷ്ടപ്പെട്ടു. എല്ലാവരും പോയി കാണേണ്ട, അതായത് ഫാമിലി ആയിട്ട് ഈ കാണേണ്ട സിനിമ. ശേഷം കുറേ വർഷങ്ങളെടുത്ത് ചെയ്ത പടമാണല്ലോ, അപ്പോൾ അതിൻ്റെതായ ഒരു ഔട്ട്പുട്ട് ഉണ്ട് ഇതിന്. ബോഡിയൊക്കെ അപ്പൻ്റെ അത് ഭയങ്കര സംഭവമായി പോയത്. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. അത് ഭയങ്കരമായിട്ട് ബിൽഡ് ചെയ്തിട്ടുണ്ടല്ലേ. ഒരു ഓസ്കാർ എന്തായാലും എക്സ്പെക്ട് ചെയ്യണം പൃഥ്വിരാജിന്. അതായത് പൃഥ്വിരാജ് നടന്റെ ഇതുവരെയുള്ള കരിയറിൽ എങ്ങനെയുള്ള മൂവിയായിട്ട് പോയില്ല. ബെസ്റ്റ് മൂവി ഇതുവരെ മലയാളത്തിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് മൂവി തന്നെ പറയാം ഇതുവരെ കണ്ടതിൽ. ഒറിജിനലായിട്ട് കറക്റ്റ് ആയിട്ട് എല്ലാം കാണിച്ചിട്ടുണ്ട്. നല്ല പടമാണ്.